ഹലോ, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ ഇതിപ്പോ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോ ഇടുന്നത്. അതിന്റെ ഇതാ ആഗ്രയിൽ വന്ന് ഇറങ്ങി നമ്മുടെ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിലോട്ട് വെച്ചിട്ട് നമ്മളിപ്പോ ആഗ്ര താജ്മഹലിനകത്തോട്ട് എൻട്രി പാസ് ചെയ്ത് കയറി. ഇതാ സുഷമ എല്ലാം നടക്കുന്നുണ്ട്, സുഷമ വിച്ചു എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ താജ്മഹൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ആഗ്രയിലാണല്ലോ, അതറിയാം, എല്ലാവർക്കും അറിയാം. ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഷാജഹാൻ അവരുടെ പ്രിയ പത്നിക്കായിട്ട് മുംതാസിന് വേണ്ടിയിട്ടാണ് ഇതൊരു സ്മരണയ്ക്കായിട്ടാണ് ഇതൊരു ശവകുടീരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഈ ആഗ്ര താജ്മഹൽ എന്ന് പറയുന്നത് അത് വൈറ്റ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുൻപിലുള്ള കുറെ ഇതാണ്, ഓരോ നിർമ്മിതികളാണ്. അതെല്ലാം ചെയ്തിരിക്കുന്നത് റെഡ് സ്റ്റോണുകൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം ഭയങ്കര നല്ലതിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ആഗ്രയിൽ വരുന്നത്. അപ്പൊ ഞാനും എൻ്റെ കുടുംബമായിട്ട്, ഞാനും വൈഫും എൻ്റെ 2 മക്കളുമായിട്ട് ആദ്യമായിട്ടാണ് ആഗ്രയിൽ വരുന്നത്. കുറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു അതെല്ലാം. അപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ താജ്മഹലിന് അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറി പറഞ്ഞാൽ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. താജ്മഹലിൻ്റെ കണ്ടില്ലേ, രൂപം നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് നേരിട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ വർക്കുകളും അതിൻ്റെ ആ സമയത്ത് ചെയ്ത് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഭയങ്കരമാണ്. എല്ലാവരും ഇവിടെ എല്ലാം ഒന്ന് ആദ്യമായിട്ട് ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാനത് പറയുകയാണ്. കാരണം ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും അത് കണ്ടിരിക്കണം. കാരണം ഇതിനകത്ത് സെൻട്രൽ മേലോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര അതിശയം തന്നെയാണ്. ഇങ്ങനെ നമുക്കൊന്നും അറിയുന്നില്ല. അങ്ങ് പോകുമ്പോൾ കറക്റ്റ് താജ്മഹൽ തെളിയും. അതൊരു അത്ഭുതം തന്നെയാണ്. നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് താജ്മഹലിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല. അതിന് കുറച്ച് അതൊരു പ്രത്യേക തരത്തിൽ എന്താ അത് നമുക്ക് മഞ്ഞ് മൂടിയ അവസ്ഥയുണ്ട്. പക്ഷേ ഈ എൻട്രൻസിൽ വരുമ്പോഴേ നമുക്ക് താജ്മഹൽ കറക്റ്റ്. ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല ക്ലൗഡ് ഉണ്ട്. ആ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാലൊന്നും ശരിയായില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ തന്നെ പറയണം. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ റൂമൊന്നും എടുത്തില്ല. നമ്മൾ നേരെ ട്രെയിൻ ഇറങ്ങി നേരെ നമ്മുടെ ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷമാണ് നേരെ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് താജ്മഹലിന് മുൻപിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താജ്മഹൽ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അതാണ്ടില്ല, സ്പീഡായിട്ട് വന്നുകൊണ്ടിരിക്കണം. സുഷമയ്ക്കൊന്നും 2 ദിവസത്തെ ടയേർഡാണ്. അർജുൻ നല്ല സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഇവർക്കൊന്നും പിന്നെ ബുദ്ധിമുട്ടില്ല. 2 ദിവസം അവരെയൊന്നും എവിടെയും കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവരാരും ഉണ്ടാക്കില്ല. നമ്മൾ താജ്മഹലിൻ്റെ മുന്നിലോട്ട് നടക്കുകയാണ്. അപ്പം നിങ്ങൾ അഥവാ താജ്മഹൽ കാണാൻ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈഡേ ഇവിടെ അവധിയാണ്. പിന്നെ ഇതിന് താജ്മഹൽ എൻട്രി ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 50 രൂപയേ ഉള്ളൂ നമുക്ക് ചാർജ്. അത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഈ താജ്മഹലിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള നദിയാണ്, അത് നമ്മുടെ യമുന നദിയാണ്. യമുന നദി പറയുമ്പോൾ വലിയ ഇപ്പോൾ വൃത്തിയൊന്നുമില്ല. ആ ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കര സ്മെല്ലാണത്. യമുന നദിക്കരയുടെ ഫുള്ളായിട്ട് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പോയിരുന്നു. ഇതിനകത്ത് നമ്മുടെ മുംതാസിൻ്റെയും ശവകുടീരമാണല്ലോ. മുംതാസിൻ്റെയും നേരെ കാണുന്നത് മുംതാസിൻ്റെ ശവകുടീരമാണ്. പിന്നെ ഇടതുവശത്ത് കാണുന്നതാണ് ഷാജഹാൻ്റെ. ഇപ്പോൾ ഷാജഹാൻ പംക്തിക്ക് ഒരു സ്മരണയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ഈ ഒരു താജ്മഹൽ. ഒക്കെ ഉണ്ടല്ലോ, നല്ല സൂര്യ അസ്തമയ സമയമാണ്. ഈ താജ്മഹലിന്റെ നമുക്ക് 4 ഭാഗത്തും ഓരോരോ ഇതുപോലെ കാണാം ഗോപുരം. അത് ശരിക്കും അതിലും ഒരു സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം അത് 4 ഭാഗവും 4 കുറേശ്ശെ ഔട്ട് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. നമ്മൾ താജ്മഹൽ അകത്ത് കയറുന്നവർക്ക് വേറൊരു പോയിന്റും കൂടെ പറയാനുള്ളത്, അവിടെ അവന്റെ കാലിലൊക്കെ കണ്ടില്ലേ ഒരു ചുവപ്പ് സാധനം കണ്ടില്ലേ, ബാഗ്, ഒരു കവറാണത്. അതായത് നമ്മളതിൻ്റെ ഷൂ എല്ലാം
ഈ മാർബിളിൽ തട്ടിയിട്ട് സ്ക്രാച്ചസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമുക്കൊന്നില്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല അത്. അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പിന്നെ ഇതിൽ അവരത് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഈ താജ്മഹൽ 2 സൈഡും കാണുന്ന പള്ളി എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും സമാധിയാണെന്നാണ് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് മാർബിളാണ്. ഫുള്ളായിട്ട് മാർബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, ഇത്രയും വർഷം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അതിലത് ഉദ്ദേശിക്കാനേ പറ്റത്തില്ല ശരിക്കും. ഇതൊക്കെ ഏകദേശം അതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിക്കിപീഡിയ നോക്കുമ്പോൾ അതൊന്ന് ഉസ്താദ് ഈസ എന്നൊരു ഇതാണ് കാണിച്ചത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയ നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. ഈ താജ്മഹലിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് വിക്കിപീഡിയ നോക്കിയാൽ കംപ്ലീറ്റ് നമുക്കത് അറിയാൻ പറ്റും. അതിലെല്ലാതും ഒരു അറബിക് ലെറ്റേഴ്സാണ് അതിലെല്ലാതും എഴുതിയിരിക്കുന്നത്. കണ്ടില്ല, എല്ലാത്തിലും അറബിക് ലെറ്റേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാർബിളിലെ കൊത്തി ഉള്ള വർക്കുകളാണ്. അതിൽ ഒരുപാട് കാണാനുണ്ട് അതിനകത്ത്. നമ്മൾ ആദ്യം വന്നതിൽ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ശരിക്കും വിദേശികളും സ്വദേശികളുമായിട്ട് നമ്മുടെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു. വിദേശികൾക്ക് ടിക്കറ്റ് കൂടുതലാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദേശികൾക്ക് ടിക്കറ്റ് കൂടുതലാണ്. അതിന് പുറമെ നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് 2 പ്രാവുകൾ വന്ന് അവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു ഇത് ഷാജഹാനും മുംതാസും ആണെന്ന്. ചുമ്മാ അവരൊന്ന് തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ അങ്ങ് ഇരുന്ന് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. നമ്മൾ വന്നിരിക്കുന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ 3rd AC ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരാൾക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു പിന്നെ 2500 600 രൂപ റേഞ്ച് വരുന്നുണ്ട്. സ്ലീപ്പറിലാണെങ്കിൽ അത്രയും വരുന്നില്ല, 800 രൂപേൻ്റെ താഴേക്ക് വരത്തുള്ളൂ. ശരിക്കും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഏരിയ ഉണ്ട്. അല്ലാതെ ചെറിയൊരു സ്ഥലത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഏക്കർ കണക്കിന് ഉള്ള സ്ഥലത്താണ് ഈ താജ്മഹലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. എനിക്ക് വരാൻ ശരിക്കും 44 വർഷം എടുത്തു. എൻ്റെ മക്കൾക്കത് 13 വയസ്സിലും 12 വയസ്സിലൊക്കെ പറ്റി. താജ്മഹൽ ലോകത്തിലെ 8 അത്ഭുതങ്ങളിലെ ഒരത്ഭുതം നമ്മുടെ ഇന്ത്യയിലാണ്. സൂര്യാസ്തമയമൊക്കെ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ എടുക്കും. ഏകദേശം ഒരു 6 മണി 6:30 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങളത് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നമ്മൾ റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം നമ്മൾ ആഗ്രയിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആഗ്ര താജ്മഹലിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഒരു 1.5 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോട് കാണാനുണ്ട്. ആഗ്രയിലെ കുറച്ച് കാഴ്ചകളും കൂടെ എന്ന് പറയുമ്പോൾ അക്ബർ ടോംബ്, അങ്ങനെ ഇവിടെ കൂടുതലായിട്ടും ഈ മുസ്ലിംസ് ശവകുടീരം അതൊരു സ്മാരകമായിട്ടാണ് ഇവിടെ. അല്ലാതെ പിന്നെ വേറെ ഒന്നും പക്ഷെ അതൊക്കെ നല്ല നിർമ്മിതിയായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത് കാണാൻ. കാരണം അതിലെല്ലാം കാണാനുണ്ട്. ഇത് ഞാൻ അവർക്കൊരു ഷോർട്ട് റീൽ എടുക്കാൻ വേണ്ടി കുറച്ച് സ്ലോ മോഷൻ ആക്കിയതാണ്. അതും കൂടെ നമ്മുടെ എഡിറ്റ് ചെയ്തിട്ടുള്ളതിൽ കയറി. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസും റീൽസൊക്കെ നിങ്ങളത് പരമാവധി കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്നറിയാം. നമ്മുടെ സൗണ്ട് ആണെങ്കിലും നമ്മുടെ വീഡിയോ ആണെങ്കിലും എന്തായാലും നിങ്ങളത് നമുക്ക് സപ്പോർട്ടെല്ലാം തരിക. നമ്മുടെ വർക്കുകളുടെ വീഡിയോസുമായിട്ടും ഞാൻ വരും ഇടയ്ക്ക്. അപ്പോൾ അവർക്ക് നല്ല ടയേർഡിലാണ്, എന്നാലും അവർക്കൊന്നും പ്രശ്നമില്ല. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോലും നിന്നില്ല. ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് വന്നതാണ്. വെള്ളം പിന്നെ ആവശ്യത്തിന് വെള്ളം ബോട്ടിലും അതെല്ലാം മാത്രമേ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയുള്ളൂ. ഏകദേശം ഞങ്ങൾ താജ്മഹൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്, പറയാനൊന്നുമില്ല. ഇതെന്നെ കാണിക്കുന്നല്ലോ, ഇതെന്താ അത് 2 തവണ അതിൽ പെട്ടോ എന്തോ അറിയില്ല. എന്നാലും എല്ലാവരും താജ്മഹൽ വന്ന് കാണുക. ഒരിക്കലെങ്കിലും നമ്മളത് വന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ്.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉച്ചവരെ 1-2 സ്ഥലങ്ങളും കൂടെ പോയിട്ട് നമ്മളൊരു 2 മണിക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഇവിടുന്ന് നേരെ ഡൽഹിയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അത് നമ്മൾ ട്രെയിനിലല്ല, നമ്മൾ ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. ബസ്സിൽ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ട്രെയിനിലായിരിക്കും നല്ലത്. അപ്പോൾ ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ബസ്സിൽ നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ബസ്സിൽ നമുക്കതൊരു 500 രൂപയുടെ ഉള്ളിൽ നമുക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് ഡൽഹിയിലോട്ട് ഏകദേശം 120 കിലോമീറ്റർ മറ്റൊക്കെയാണ് കാണിക്കുന്നത്. 120 സോറി 200 കിലോമീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അത് നല്ല എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക, പെട്ടെന്നായിട്ട് നമുക്ക് എത്തും. ശരിക്കും ഈ താജ്മഹലിനകത്തെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമാണ്. അല്ലാതെ പിന്നെ ചെറിയ ഒരു സ്ഥലങ്ങളല്ല, കണ്ടില്ലേ, ഏക്കർ കണക്കിന് സ്ഥലത്താണ് അത് വന്നിട്ടുള്ളത്. എല്ലാവരും താജ്മഹൽ വന്ന് കാണുക, അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി അടുത്തത് വരും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കയറി നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലോ അതെല്ലാം പിന്നെ പറയുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഓക്കെ, ബൈ 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 ഫ്രണ്ട്സ്. വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ബൈ. ഓ